Hello, welcome to my channel. So last class we were discussing about the resonance structures and what is meant by resonance and what are meant by canonical structures. All these topics we have discussed at that time. I have told that it's a very important topic. So today we are going to discuss about a simple but usually 2 to 3 mark questions come from this area, that is polarity in bonds. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കോവലന്റ് ബോൺസിന് പോളാർ നേച്ചർ ഉണ്ടോ അല്ലെങ്കിൽ നോൺ പോളാർ ബോൺസ് ആണോ എന്നുള്ളതാണ് പറയുന്നത്. ഒരു പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ചാർജ് അല്ലേ, ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ചാർജ് ആണ് ഒരു പൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോവലന്റ് ബോൺസിൽ പൊളാരിറ്റി വരുന്നുണ്ടോ എന്നുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവും, എന്താ കോവലന്റ് ബോൺസിലല്ലല്ലോ പൊളാരിറ്റി ഉള്ളത്, യൂഷ്വലി അയണിക് ബോൺസ് അല്ലേ അല്ലേ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് കമ്പൈൻ ചെയ്തിട്ടാണ് അയണിക്. ബട്ട് കോവലന്റ് ബോണ്ടിൽ എങ്ങനെയാണ് ചാർജ് വരുന്നത് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നല്ലോണം ശ്രദ്ധിക്കുക, ഇപ്പം തന്നെ പഠിച്ചിട്ട് പോവുക. So first we will discuss about what is meant by non-polar bonds. So we know that how a covalent bond, എങ്ങനെയാണ് ഒരു covalent bond ഫോം ചെയ്തിരിക്കുന്നത്? A covalent bond is formed by the mutual sharing of electrons, അല്ലേ? മ്യൂച്വലി ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടാണ് ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുക ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ വേറൊരു ഹൈഡ്രജൻ ആറ്റം. നമുക്കറിയാം ഹൈഡ്രജൻ നീഡ്സ് ഓൺലി ഡുപ്ലെറ്റ് സ്റ്റേറ്റിലാണ് അവർ സ്റ്റേബിൾ ആവുന്നത്. സോ ഹൈഡ്രജൻ ഇസ് ഹാവിങ് 1 ഇലക്ട്രോൺ ആൻഡ് ദിസ് ഹൈഡ്രജൻ ഇസ് ഓൾസോ ഹാവിങ് 1 ഇലക്ട്രോൺ. സോ ദേ വിൽ മ്യൂച്വലി ഷെയർ ദ ഇലക്ട്രോൺ ആൻഡ് ദേ ഫോം എ ബോണ്ട്. അവർ ബോണ്ട് ഫോം ചെയ്യും. The electronegativity of both the hydrogen atom is same. ഇതും ഹൈഡ്രജൻ ആറ്റം, ഇതും ഹൈഡ്രജൻ ആറ്റം. അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പഠിപ്പിച്ചതാണ് ലെസൺ 3 അറിയാത്തവർ ഒന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന ടെൻഡൻസി ടു അട്രാക്ട് ആൻ ഇലക്ട്രോൺ പെയർ ടുവേർഡ്സ് ഇറ്റ്, അതായത് ഒരു ഇലക്ട്രോണെ അതിൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ രണ്ടാളെയും ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യാനുള്ള പവർ സെയിം ആയതുകൊണ്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ വിൽ ബി അറ്റ് ദി സെൻറ്റർ. അവരുടെ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ സെൻറ്ററിൽ നിൽക്കും, അതായത് ആരടുത്തേക്കും വരില്ല. സോ ദ ബോണ്ട് ഇസ് സെറ്റ് ടു ബി നോൺ പോളർ. അവിടെ ചാർജസ് ഒന്നും ഉണ്ടാവുന്നില്ല, കാരണം ഇലക്ട്രോൺസ് രണ്ടാളുടെയും കൂടെ, കാരണം രണ്ടാൾക്കും വലിക്കാനുള്ള ടെൻഡൻസി ഒരുപോലെയാണ്. സോ the bonded pair will be at the center of the atoms. So there will not be any charge on these atoms, and such type of bonds are known as non-polar. ഒരു പൊളാരിറ്റിയും ഇല്ല, non-polar bond. So how a non-polar bond is formed, or what is meant by a non-polar compound or a non-polar bond? Very important question. When two similar atoms combine together to form a covalent bond, the electronegativities are same, so the bonded pair will not be shifted to any of the atom and there will be no polarity. Such type of bonds are known as non-polar bonds, and such type of compounds or molecules are known as non-polar molecules. അവർക്ക് പൊളാരിറ്റി ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരെയാണ് നോൺ പോളാർ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അല്ലെങ്കിൽ ബോൺസ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് അവിടെ പൊളാരിറ്റി ഇല്ല. അപ്പം ഇനിയിപ്പോൾ എളുപ്പമാണല്ലോ നിങ്ങൾക്ക് പറയാം, വാട്ട് ഈസ് മെന്റ് ബൈ എ പോളാർ കോമ്പൗണ്ട് or a polar bond. പോളാർ ബോണ്ട് എന്തായിരിക്കും? അവിടെ പൊളാരിറ്റി ഉണ്ടായിരിക്കും. When two dissimilar atom having difference in their electronegativity, when combined together by a covalent or when they form a covalent bond, the electron pair will be shifted more towards the more electronegative atom, and thereby there creates a slight charges on these two atoms. ഇങ്ങനെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട. അതായത് ഏറ്റവും സിമ്പിളായി എടുക്കാൻ പറ്റിയ ആളാണ് ഹെച്ചും സി എല്ലും. എന്താണ് ഇത് കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവും? HCl. ഹെച്ചിന് ഒരു എലിമെൻറ്റ്, ഒരു ആറ്റം ഉണ്ട് ഔട്ടർ മോസ്റ്റിൽ, ക്ലോറിന് 7 ഉണ്ട്. സോ ഇറ്റ് റിക്വയർസ് 1 more electron. So hydrogen and chlorine shares it electron and they form a molecule known as HCl. HCl എന്നൊരു മോളിക്യൂൾ. ഇപ്പം ഇവർക്ക് രണ്ടാളും കൂടെ ഷെയർ ചെയ്ത ഒരു ഇലക്ട്രോൺസ് പെയർ ഉണ്ടാവുമല്ലോ ഇവിടെ അല്ലേ. ഇതിലാർക്കാ മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി?
Yeah, we know that it is chlorine is more electronegative. അപ്പോൾ അവർക്ക് എന്തിലൊരു ടെൻഡൻസി ആയിരിക്കും? They have a tendency to attract the pair of electron towards it. ഇവിടെ നിന്നുള്ള ഇലക്ട്രോണെ ഇതിൻ്റെ അടുത്തേക്ക് ഇത് കയറി അട്രാക്ട് ചെയ്യും. അപ്പം ഇതിന് എന്ത് പറ്റും? ഓൾറെഡി 7 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്ന ഒരാളാണ്. അതിൻ്റെ അടുത്തേക്ക്, അതായത് it won't be completely transferred, but it has a tendency to attract, and that bonded pair will be more close towards this more electronegative chlorine atom. അപ്പോൾ ഇവിടെ എന്ത് ചാർജ് വരും? ഒരു സ്ലൈഡ് നെഗറ്റീവ്, അത് നമ്മൾ ഡെൽറ്റ എന്ന് പറഞ്ഞ സിമ്പിൾ വെച്ചിട്ട് കാണിക്കും. ആൻഡ് ദിസ് ഹൈഡ്രജൻ വിൽ അറ്റെയിൻ എ സ്ലൈഡ് പോസിറ്റീവ് ചാർജ്, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഡെൽറ്റ, ദാറ്റ് വി റെപ്രസെൻറ്റ് as ഡെൽറ്റ പ്ലസ്. ആൻഡ് സച്ച് ടൈപ്പ് of molecules are known as polar molecules, and such type of bond are known as polar bonds. ഈ polar എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളെ മനസ്സിൽ വരണം സം പൊളാരിറ്റി, എന്തോ ഒരു ചാർജ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. എപ്പോഴാണ് ഒരു ചാർജ് ഡെവലപ്പ് ചെയ്യുക? സോ വാട്ട് ഈസ് മെന്റ് ബൈ എ polar compound or a polar bond means when two dissimilar atoms with different electronegativity form a covalent bond, the electron pair will be shifted more towards the more electronegative atom, and that atom attains a slight negative charge and the other atom attains a slight positive charge, and thus that molecules are known as polar molecules, and such bonds are known as polar bonds. Clear ആണോ രണ്ട് ഡെഫിനിഷനും? അപ്പോൾ പോളാർ എന്ന് പറയുമ്പോൾ what is the difference between polar and non-polar bonds? ക്വസ്റ്റ്യൻ വന്നു 2 മാർക്ക് വിത്ത് എക്സാമ്പിൾ. അപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ വരണം, പോളാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യണം. എപ്പോഴാണ് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുക? 2 ഡിഫറെൻറ്റ് ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പം ദ മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അട്രാക്ട്സ് ദി പെയർ ഓഫ് ഇലക്ട്രോൺ മോർ ടുവേർഡ്സ് ഇറ്റ്, സോ ഇറ്റ് വിൽ ബി ഹാവിങ് എ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ് ആൻഡ് ദി അതർ ആറ്റം ഇസ് ഹാവിങ് എ സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ്. വാട്ട് ഈസ് മെന്റ് ബൈ എ നോൺ പോളാർ മോളിക്യൂൾ, എ നോൺ പോളാർ ബോണ്ട്? വെൻ two similar atoms combine or forms a covalent bond, the electron pair will not be shifted towards any atom, it will be at the center of them, and there will not be any charge creation. Such type of compounds or molecules or bonds are known as non-polar. Example for non-polar compounds are H2 ഒരേ, Cl2, N2, O2. ഇവർക്കൊക്കെ സെയിം ഇലക്ട്രോനെഗറ്റിവിറ്റി ഇല്ല, അപ്പോൾ ഇവരുടെ ഇലക്ട്രോൺ പെയർ അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇവിടെയാണ് HCl, പിന്നെ HF, HI, ഇവർക്കൊക്കെ എന്താണ്? ദേ ഓൾ ആർ polar compounds, or they the bond formed between these elements are known as polar bond. Clear ആണല്ലോ എന്താണ് പോളാർ, എന്താണ് നോൺ പോളാർ? ഇതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും കേട്ടോ. ഈ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പോളാർ കോമ്പൗണ്ട്സിൻ്റെയും നോൺ പോളാറിനെയും പറയുന്നുണ്ട് കേട്ടോ. ഈ പോളാർ കോമ്പൗണ്ട്സിന് പറയുന്ന വേറൊരു പേരാണ് ഡൈപോൾ മോളിക്യൂൾസ്. എന്താ നമ്മൾ പറയുക? ഈ ഡൈപോൾ മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്, അതെന്താ ഇപ്പോൾ ഡൈപോൾ മോളിക്യൂൾസ് എന്ന് പറഞ്ഞത്? അപ്പോൾ ഈ പൊളാരിറ്റി ഉള്ളത് കൊണ്ട് ഈ പോളാർ മോളിക്യൂൾസിനെ പറയുന്ന മറ്റൊരു പേരാണ്, പോളാർ മോളിക്യൂൾസ് ആർ ഓൾസോ നോൺ ആസ് ഡൈപോൾ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരിക, വാട്ട് ഈസ് മെൻ ബൈ ഡൈപോൾ മോളിക്യൂൾസ്? അയ്യോ, അത് ഞാൻ അറിയില്ലല്ലോ. അങ്ങനെ അറിയാത്ത സംഗതിയില്ല. ഡൈപോൾ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ പോളാർ മോളിക്യൂൾസ് ആണ്, പൊളാരിറ്റി ഉള്ള മോളിക്യൂൾസ്. സിൻസ് ദേ ഹാവ് എ പൊളാരിറ്റി, ദീസ് പോളാർ മോളിക്യൂൾസ് ഹാവ് എ ഡൈപോൾ മൊമെൻറ്റ്. അവർക്ക് എന്തുണ്ടാവും? ഒരു ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവും. പോളാർ മോളിക്യൂൾസ് വിൽ ബി ഹാവിങ് എ ഡൈപോൾ മൊമെൻറ്റ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് മെൻ ബൈ ഡൈപോൾ മൊമെൻറ്റ് ഇൻ കെമിസ്ട്രി കേട്ടോ. ഫിസിക്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിനി കെമിസ്ട്രിയിലേക്കുള്ള ഡൈപോൾ മൊമെൻറ്റ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞു? പോളാർ കോമ്പൗണ്ട്സ് ആണ്, അവർക്ക് പൊളാരിറ്റി ഉണ്ട്, അവർ ഡൈപോൾ എന്ന് പറയും. ദി ഹാവ് എ മൊമെൻറ്റ് നോൺ ആസ് ഡൈപോൾ. അവർക്കൊരു ഡൈപോൾ മൊമെൻറ്റ് ഉണ്ട്. അപ്പോൾ ഡൈപോൾ മൊമെൻറ്റ് ഒരു ഡെഫിനിഷൻ വേണ്ടേ? സോ വാട്ട് ഈസ് മെൻ ബൈ ഡൈപോൾ മൊമെൻറ്റ്? ഡൈപോൾ മൊമെൻറ്റ് is defined as the product of the charge and the product of the magnitude of any of the charge. അതായത് പോസിറ്റീവിൻ്റെയോ നെഗറ്റീവിൻ്റെയോ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ്, രണ്ടാളുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. കാരണം ഒരു മോളിക്യൂൾ ആസ് എ ന്യൂട്രൽ ആണ്. അപ്പോൾ ഇവരുടെ മാഗ്നിറ്റ്യൂഡ് ഇത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവിൻ്റെ മാഗ്നിറ്റ്യൂഡ് വിച്ച് ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി two charges, and this gives the
the dipole moment which is represented by mu. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ ഫിസിക്സിലൊക്കെ mu എന്ന് പറഞ്ഞ സിമ്പിൾ. So it is represented by mu. What is meant by dipole moment? Dipole moment is the product of the magnitude of the charge and the distance between the center of the two charges, positive and negative charge, and that gives a dipole moment. Dipole moment is expressed in Debye unit. ഇതിൻ്റെ എന്തിലാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? Debye unit, and 1 Debye unit is equal to 3.33564 into 10 raised to minus 30 coulomb meter. cm എന്ന് കണ്ടിട്ട് സെൻറ്റിമീറ്റർ എന്ന് വായിക്കരുത്. ഇറ്റ് ഇസ് coulomb meter. 1 Debye unit is equal to 3. ഇത് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ആവശ്യം വന്നാൽ ആലോചിച്ച് വെക്കുക. 1 Debye unit is equal to 3.33564 into 10 raised to minus 30 coulomb meter. അപ്പോൾ ഇതാണ് ഡൈപോൾ മൊമെൻറ്റ്. ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ഇതാണ്. And the dipole moment is a vector quantity. സ്കേലാറും വെക്റ്റർ ക്വാണ്ടിറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. So what is meant by a vector quantity? A quantity which have both magnitude and direction. Such quantities are known as vector quantity. So dipole moment is a vector quantity. 2 mark question. What is meant by dipole moment? A dipole moment is defined as the product of the charge, magnitude of the charge, and the distance between the center of the two charges, and it is represented by a symbol known as mu. The unit of dipole moment is Debye unit, and it is a vector quantity. So vector quantity means it has both magnitude and direction. ഇതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡിറക്ഷനും ഉണ്ട്. ഇനി ഡൈപോൾ മൊമെൻറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ഹെഡഡ് ആരോ, അതിൻ്റെ ബാക്കിൽ ഒരു ക്രോസ്. ഇതാണ് നമ്മൾ കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഡൈപോൾ മൊമെൻ്റ് സിമ്പിൾ. ഫോർ എക്സാമ്പിൾ HCl, ഐ ടോൾഡ് ദാറ്റ് ദേ ആർ ഹാവിങ് എ പൊളാരിറ്റി. അപ്പോൾ പൊളാരിറ്റി ആകുമ്പോൾ ദേ വിൽ ബി, പൊളാരിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ ഡൈപോൾ മൊമെൻറ്റ് കമ്പൽസറി അല്ല, ബട്ട് ദിസ് മോളിക്യൂൾ ഇസ് ഹാവിങ് എ ഡൈപോൾ മൊമെൻറ്റ്. എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക? അതായത് ഇലക്ട്രോൺ വലിക്കുന്ന ആളാരാ? Cl അല്ലേ? That means it is a more electronegative atom. This arrowhead will be there towards the electronegative atom, and that crossed tail will be at the electropositive, അല്ലെങ്കിൽ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിൻ്റെ മുകളിലായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഡൈപോൾ മൊമെൻറ്റ് നമ്മളൊരു, ഇനിയിപ്പോൾ ചില കോമ്പൗണ്ട്സിൽ നിങ്ങൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ don't get confused what is there in that above arrow. It represents that fluorine is more electronegative and there is a dipole moment. അവിടെ ഒരു dipole moment ഉണ്ട്. അതാണ് ഈ കാണിക്കുന്നത്. ഇത്രയും കാര്യം മനസ്സിലായോ? സോ ഡൈപോൾ മൊമെൻ്റ് എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താ, അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ബൈ എ ആരോ. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമ്മൾ കുറച്ച് മോളിക്യൂൾസിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Determine the dipole moment of BeF2 or whether BeF2 is a polar molecule. ഇങ്ങനെ പല തരത്തിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. അപ്പം നമ്മളത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ BeF2ൻ്റെയൊക്കെ സ്ട്രക്ചർ വരയ്ക്കാൻ അറിയണം. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ടാൽ വരയ്ക്കാൻ അറിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ VSEPR തിയറി, അതായത് വാലൻഷ്യൽ ഇലക്ട്രോൺ, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന തിയറി ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഓരോ മോളിക്യൂൾസിൻ്റെയും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഈസിലി ഏബിൾ ടു ഐഡൻറ്റിഫൈ ഇറ്റ് സ്ട്രക്ചർ. അതായത് ഓരോ മോളിക്യൂൾസിനും പല ടൈപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ്, ചിലത് പ്ലെനാർ ആയിരിക്കും, ചിലപ്പോൾ ട്രൈഗണൽ ആയിരിക്കും, ചിലത് ട്രൈഗണൽ ബൈ പിരമിഡൽ. പക്ഷേ പേടിക്കണ്ട കേട്ടോ, നമ്മൾ VSEPR പഠിക്കുക ഏറ്റവും സിമ്പിൾ വേയിലാണ്. അപ്പോൾ അത് നോക്കിയാലാണ് ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ മനസ്സിലാവുക. ഇപ്പം ഞാൻ പറഞ്ഞു തരാം. BeF2ൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലെനാർ ജോമെട്രി. എന്താ ഇങ്ങനെയാണ് BeF2 സ്ട്രക്ചർ. തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ദിസ് ഈസ് ദ BeF2 മോളിക്യൂൾ. വി നോ ദാറ്റ് ഓരോ ബോൺസിനും ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവും അല്ലേ? ഓരോ മോളിക്യൂൾസിനും അവിടെ ഡൈപോൾ മൊമെൻറ്റ്. എപ്പോഴാണ് ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടാവുന്നത്? ഒരു എലിമെൻറ്റ് അതിൻ്റെ ഇലക്ട്രോൺ പെയറിനെ വലിക്കുമ്പോൾ. സോ വി നോ ദാറ്റ് ബെറീലിയം ആൻഡ് ഫ്ലൂറിൻ കൺസിഡർ ചെയ്യുമ്പം ഫ്ലൂറിനാണ് മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പം എന്ത് പറ്റും? ഇറ്റ് വിൽ അട്രാക്ട് ദി പെയർ ഓഫ് ഇലക്ട്രോൺ ടുവേർഡ്സ് ഇറ്റ്. അപ്പോൾ അവിടേക്കൊരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്, ഇവിടേക്കും ഒരു ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. ഈ രണ്ട് ഡൈപോൾ മൊമെൻറ്റിൻ്റെയും ഒന്ന് നോക്കിയേ. നമുക്കറിയാം ദിസ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, വെക്റ്റർ എഡിഷൻ അല്ലേ നമുക്കറിയാം. അപ്പം ഇത് നോക്കൂ, ഒന്നൊരു സൈഡിലേക്കാണ്, ഒന്നൊരു സൈഡിലേക്കാണ്.
അപ്പോൾ the resultant എന്തായിരിക്കും? The resultant dipole moment for BeF2 will be 0. കാരണം ഇവരുടെ ഒരാൾ ഒരു സൈഡിലേക്കാണ്, മറ്റേത് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. So the resultant will be എന്തായിരിക്കും? We know that it will be the dipole moment of BeF2 is 0. അപ്പം determine the dipole moment of BeF2 പറയുമ്പം നിങ്ങൾക്ക് എഴുതാം BeF2 is a planar molecule. The resultant or the resultant dipole moment cancel out. So BeF2 will not be having a dipole moment. The dipole moment of BeF2 is 0. Simple അല്ലേ? ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന കേട്ടോ, എപ്പോഴും ചോദിക്കാൻ ഞാൻ പഠിക്കുന്ന കാലം മുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് BeF2. അടുത്തതെന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് വാട്ടർ ആണ്. ഇതും ഇതേപോലെ കാൽക്കുലേറ്റ് ദി ഡൈപോൾ മൊമെൻറ്റ് ഓഫ് വാട്ടർ. കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വാല്യൂസ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വെദർ ഇറ്റ് ഈസ് ഹാവിങ് എ ഡൈപോൾ മൊമെൻറ്റ് ഓർ നോട്ട് എന്നുള്ളതേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കാൽക്കുലേഷനിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്, അപ്പോൾ നമുക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം കേട്ടോ. വാട്ടറിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ് വാട്ടറിൻ്റെ സ്ട്രക്ചർ കേട്ടോ. അപ്പം ഇതിന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്, നമുക്കറിയാം 2, 4, 6, 8. അപ്പം ഇതാണ് വാട്ടറിൻ്റെ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസും അവിടെയുണ്ട്. അപ്പോൾ ഇനി നോക്കിക്കോളൂ, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ വിച്ച് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജൻ. സോ there will be a dipole moment. ഇനി ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും ഇലക്ട്രോൺ ക്ലൗഡിൻ്റെ ഷിഫ്റ്റിംഗ് വിൽ ബി മോർ ടുവേർഡ്സ് ദി ആ ഒരു ലോൺ പെയറിനായിരിക്കും കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവുക, അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. സോ നോക്കിക്കേ, നിങ്ങൾ ഈ റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 അല്ല, ക്യാൻസൽ ഔട്ട് ചെയ്യുന്നില്ല. സോ വാട്ടർ ഈസ് ഹാവിങ് എ ഡൈപോൾ മൊമെൻ്റ്. വാട്ടറിന് എന്തുണ്ട്? ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. കാരണം ഇവിടെ എന്ത് ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല, ഡൈപോൾ മൊമെൻ്റ് ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല. ദർ ഇസ് എ റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻ്റ് ആൻഡ് ദ വാട്ടർ ഈസ് ഹാവിങ് എ ഡൈപോൾ മൊമെൻ്റ് ഓഫ് 1.84 D. ഇതാണ് വാട്ടറിൻ്റെ ഡൈപോൾ മൊമെൻ്റ്. അപ്പം ഇതെന്തുകൊണ്ടാണ്? ബിക്കോസ് ദ മോർ ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജൻ പുൾസ് ടുവേർഡ്സ് ഇറ്റ് ആൻഡ് ദ റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻറ്റ് വിൽ നോട്ട് ക്യാൻസൽ ഔട്ട് ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് എ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് 1.84 D. മനസ്സിലാവുന്നുണ്ടല്ലോ? സിമ്പിളാണ്, ഇത് അറിഞ്ഞിരിക്കണം. ഹൗ ടു കാൽക്കുലേറ്റ് ദ ഡൈപോൾ മൊമെൻറ്റ്. നിങ്ങൾക്ക് മോളിക്യൂൾസ് തന്നിട്ട് ഡൈപോൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി ഡൈപോൾ മൊമെൻറ്റ് ഇൻ BF3. ഡൈപോൾ ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന കേട്ടോ, കാൽക്കുലേറ്റ് ദി ഡൈപോൾ മൊമെൻറ്റ് ഓഫ് BF3. അപ്പോൾ ഇതൊക്കെ അറിയണമെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ അറിയണം. ദ സ്ട്രക്ചർ ഓഫ് BF3 ഇസ് ബോറോൺ ട്രൈഫ്ലൂറൈഡ്. ഓക്കെ, ഒരു ഫ്ലൂറിൻ, ഒരു ഫ്ലൂറിൻ, ഒരു ഫ്ലൂറിൻ. എളുപ്പമല്ലേ? ഇവിടേക്കാണ് ഡൈപോൾ മൊമെൻറ്റ്, ഇവിടേക്കാണ്. ഓക്കെ, അപ്പം ഇതും കൂടെ നമുക്കറിയാം ദ റിസൾട്ടൻ്റ് ഡൈപോൾ. ഇതിൻ്റെ റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങനെയാണ് അല്ലേ? ഇത് രണ്ട് പേരും കൂടെ വലിക്കുകയാണ്. ഇവിടേക്കുള്ള ഡൈപോൾ മൊമെൻറ്റ് മുകളിലേക്കും. അപ്പോൾ എന്ത് പറ്റും? സോ വാട്ട് വിൽ ബി ദ റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻറ്റ്? ദ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് BF3 ഇസ് 0. കാരണം ഇവരുടെ രണ്ടാളുടെയും കൂടെ ഡൈപോൾ മൊമെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഡയറക്ഷൻ. ഈ ഒരു മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് ഇങ്ങോട്ടും. സോ വാട്ട് വിൽ ബി ദ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് BF3? BF3 does not, or we can say that the resultant of the two bond being equal and opposite and it cancel out with the third dipole moment. ഇവരെ രണ്ടാരെയും റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻറ്റിന് ഈ തേർഡ് dipole moment cancel out ചെയ്യും. So BF3 does not have a dipole moment or BF3 is having a dipole moment of 0. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ദ റിസൾട്ടൻ്റ് ഓഫ് 2 dipole moment cancel out with the other dipole moment and thereby it does not have a dipole moment for BF3. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആട്ടോ.
എപ്പോഴും ചോദിക്കുന്നത്. എനിക്കത് ഞാൻ പഠിക്കുന്ന സമയത്തും ചോദിക്കുന്നതൊക്കെ നമുക്ക് ഈ മോഡലിൽ കുറേ എക്സാംസ് ഉണ്ടാവില്ലേ, മോഡൽ എക്സാംസ് അല്ലെങ്കിൽ അങ്ങനെ പ്രീ ബോർഡ്, അങ്ങനെ ഓരോ എക്സാമിന് എന്തെങ്കിലും ഒരു തരത്തിൽ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോ comparing the dipole moment of NH3 and NF3, which will be having more dipole moment? NH3 നെയും NF3 നെയും കമ്പയർ ചെയ്യുമ്പോൾ which will be having more dipole moment? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് NF3 which is having more electronegative, so NF3 will be having more dipole moment. അല്ല, NH3 is having more dipole moment that of NF3. എന്തുകൊണ്ടാണ് നോക്കി നോക്കാം കേട്ടോ. അപ്പം NH3ൻ്റെ നമുക്ക് അറിയണം. നമുക്കിപ്പോൾ തോന്നിയ പോലെ ആ BF3 നേരത്തെ ഇങ്ങനെയല്ലേ എന്നാൽ കിടക്കട്ടെ ഇങ്ങനെ, അങ്ങനെയല്ല കേട്ടോ. ഓരോ മോളിക്യൂളിലും ഓരോ സ്ട്രക്ചർ ഉണ്ട്. അത് നമ്മൾ VSEPR തിയറി പഠിക്കും. ഇതാണ് NF3. നൈട്രജന് 246 ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസും ഉണ്ട്. ഇത് NF3. NH3 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി നോക്കൂ. ഇവിടെ നമുക്കറിയാം fluorine more electronegative than that of nitrogen, so the electron pair will be more shifted towards fluorine and the dipole moment will be in this direction. I told that here is a lone pair. അപ്പോൾ ഇവിടെ ഒരു ഓർബിറ്റൽ ലോൺ, ഇവിടെ ഒരു ഓർബിറ്റൽ ഡൈപ്പോളും കൂടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ലോൺ പെയർ ഉണ്ടെങ്കിൽ ദി ഇലക്ട്രോൺ ക്ലൗഡ് വിൽ ബി മോർ ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദി ലോൺ പെയർ. അപ്പോൾ ഈ ലോൺ പെയറിന് ഒരു ഡൈപോൾ മൊമെന്റ് ഇറ്റ് ഇസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം നോക്കൂ, ഈ മൂന്ന് ആൾക്കാരുടെ ഡൈപോൾ മൊമെന്റിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്തുള്ളത്, ഈ ഓർബിറ്റൽ ഡൈപോൾ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ്റെ കേസിൽ നമുക്കറിയാം കമ്പയർ ടു ഹൈഡ്രജൻ, നൈട്രോജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. സോ ആൻഡ് ദിസ് ഓർബിറ്റൽ ഡൈപോൾ വിൽ ബി ഇസ് ഇൻ ദ സെയിം ഡയറക്ഷൻ. കണ്ടോ, ഇവരുടെ ഡൈപോൾ മൊമെന്റ് എല്ലാം സെയിം ഡയറക്ഷനിൽ. സോ ദ റിസൾട്ടൻറ്റ് ഡൈപോൾ വിൽ ബി മോർ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും, റിസൾട്ടൻറ്റ് ഡൈപോൾ വിൽ ബി ലെസ്. എന്തുകൊണ്ടാണ്, ഇവർക്ക് മൂന്നാളും ഒരു ഡയറക്ഷനിലേക്കാണെങ്കിലും ദ ഓർബിറ്റൽ ഡൈപോൾ ഇസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദാറ്റ് റെഡ്യൂസസ് ദി ഡൈപോൾ മൊമെന്റ് ഓഫ് NF3 വെൻ കമ്പയർഡ് ടു NH3. In NF3, the 3 dipole moment of this will be cancelled out or will be reduced by the orbital dipole which is in the opposite direction. Whereas in the case of ammonia, the orbital dipole is in the direction of with the elements. അതായത് ഇവരുടെ ഡൈപോൾ, അതായത് ഈ ബോൺസിൻ്റെ ഡൈപോളിന് സെയിം ഡയറക്ഷനിലാണ് ഈ ലോൺ പെയർ, അതായത് ഓർബിറ്റൽ ഡൈപോൾ ഉള്ളത്. സോ we can see that NF3 is having 0.46 and this is having 1.46 dBi unit. ഇതാണ് ഇവരുടെ ഡൈപോൾ മൊമെന്റ്. കണ്ടോ, ഇതാണ് കൂടുതൽ, ഇതാണ് കുറവ്. ഇനി ഇങ്ങനെയും ചോദിക്കാം, ammonia is having a dipole moment of 1.60 whereas NF3 is having a dipole moment of 0.460. Why? Or which two elements or which two compounds or molecules are having more dipole moment? State with the reason. ഇതിനൊക്കെ ഉള്ളതാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നുണ്ട്. ഇനി നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കൂ. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഇസ് ഹാവിങ് നിങ്ങളിപ്പോൾ തന്നെ ചെയ്യണേ, എന്നിട്ട് എൻ്റെ ആൻസർ നോക്കിയാൽ മതി കേട്ടോ. വെദർ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഇസ് ഹാവിങ് ഓർ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഇസ് എ പോളാർ മോളിക്യൂൾ. കാർബൺ ഡൈ ഓക്സൈഡ് പോളാർ മോളിക്യൂൾ ആണോ? പോസ്റ്റ് ദ വീഡിയോ, ഡു ഇറ്റ് ആൻഡ് ദ ചെക്ക് ദ ആൻസർ. നമുക്കറിയാം ഓക്സിജൻ ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്, സോ ദ ഇലക്ട്രോനെഗറ്റിവിറ്റി വിൽ ബി, അതായത് ബോണ്ടഡ് പെയർ വിൽ ബി മോർ ഷിഫ്റ്റഡ് ടുവേർഡ്സ് ദ ഓക്സിജൻ. ഇവിടെ ഒരാൾ ഒരു ഡയറക്ഷനിലും ഒരാൾ ഒരു ഡയറക്ഷനിലുമാണ്. ദ റിസൾട്ടൻറ്റ് ഡൈപോൾ ഇസ് 0. So carbon dioxide is not a polar molecule. It does not have the resultant dipole moment of carbon dioxide is 0. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പോൾ എന്തിനാണ് ഈ ഡൈപോൾ മൊമെൻറ്റ് പഠിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഇതിൻ്റെ കാര്യം എന്താണ്? യെസ്, വി ക്യാൻ ഡിറ്റർമിൻ ദ പൊളാരിറ്റി ഓഫ് ബോൺസ്. സെക്കൻഡ് വൺ, വി ക്യാൻ ഡിറ്റർമിൻ ദ ജോമെട്രി ഓഫ് എ മോളിക്യൂൾ. അതായത് മോളിക്യൂൾസിൻ്റെ ജോമെട്രി, ഷേപ്സ് പറയാൻ പറ്റും. ഒക്കെ നിങ്ങൾ പഠിക്കും കേട്ടോ. പിന്നെ ഇറ്റ് ഓൾസോ ടെൽസ് അബൌട്ട് ദ ഡിഗ്രി ഓഫ് പൊളാരിറ്റി. അതായത് ഓരോ എലിമെൻസിനെയും കമ്പയർ ചെയ്തിട്ട് പൊളാരിറ്റി സ്ട്രോങ് ആണോ കൂടുതലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും. അതായത് മോർ ദ ഡൈപോൾ മൊമെൻറ്റ്, മോർ ഇസ് ദ പൊളാരിറ്റി.
പിന്നെ അതൊക്കെ തന്നെയാണ് നമുക്ക് പോളാർ ആൻഡ് നോൺ പോളാർ ബോൺസിനെ പറ്റി പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആണോ എന്താണ് പോളാർ ബോൺസ്, എന്താണ് നോൺ പോളാർ ബോൺസ്, എന്താണ് വാട്ട് ആർ ദ ഡൈപോൾ മൊമെന്റ് ഓഫ് BF2, വാട്ട് NF3, NH3, ഇത്രയും കാര്യം മനസ്സിലായോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു ചെറിയ ടോപ്പിക്കും കൂടെ എടുക്കാണ്ട്, ഫെജൻസ് റൂള്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് VSEPR തിയറി എടുക്കും. അപ്പോൾ ഇതുവരെ നന്നായിട്ട് പഠിക്കുക. അറിയാത്ത കാര്യമൊക്കെ കമൻസിൽ ഇട്ടോ കേട്ടോ. താങ്ക് യു.